അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂന്ന് കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ, നമുക്കത് ബാക്കിയില്ല എങ്കിൽ നാം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണത്. ആ മൂന്ന് കാര്യം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ഉത്തരം ലഭിച്ചാൽ, ആ മൂന്ന് കാര്യങ്ങൾ എനിക്ക് ബാക്കിയുണ്ട് എന്ന് ഓരോരുത്തർക്കും ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ അവൻ വിജയിച്ചവനാണ്, അവന് പരാജയപ്പെടുകയില്ല. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? വീഡിയോയിലൂടെ നമുക്ക് പൂർണ്ണമായി കേൾക്കാം ഇൻഷാ അള്ളാഹ്. വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. പൂർണ്ണമായും കേൾക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് എന്ന അപരനാമം നൽകിയത് ആർക്കാണ്? ഏത് സ്വഹാബിക്കാണ്? ആ സ്വഹാബിയുടെ പേരറിയുന്നവർ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തണേ. അല്ലാഹു സുബ്ഹാനഹു തആല നല്ലത് പഠിക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ കർമ്മങ്ങളും എല്ലാം അവനിൽ നിന്ന് നിഷ്ഫലമായി പോകും, എല്ലാം മുറിഞ്ഞു പോകും. ഇല്ലാമിൻ സലാസ്, മൂന്ന് കാര്യങ്ങളൊഴികെ എന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ നമ്മിൽ ബാക്കിയുണ്ടോ എങ്കിൽ നമ്മൾ വിജയിച്ചവരാണ്. ആ മൂന്ന് കാര്യം നമ്മിൽ ബാക്കിയില്ലേ എങ്കിൽ നാം പരാജയപ്പെട്ടവരാണ്. ആ മൂന്ന് കാര്യങ്ങൾ നമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നാം ശ്രമിച്ചേ പറ്റൂ, പരിശ്രമിച്ചേ മതിയാകൂ. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്നാമത്തത് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, സ്വദഖത്തുൻ ജാരിയ. ജാരിയായ സ്വദഖയാണ്. എന്താണ് ജാരിയായ സ്വദഖ? അതിൻ്റെ ഫലം എന്നും നിലനിൽക്കുന്ന സ്വദഖകളാണ്. ഉദാഹരണം പറഞ്ഞാൽ, പള്ളിക്ക് ഒരാൾ സംഭാവന നൽകി. ആ പള്ളി അവിടെ നിലനിൽക്കുന്ന കാലത്തോളം ആ പള്ളിയിൽ ആരെല്ലാം വരുന്നു, നിസ്കരിക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, ആ പള്ളിയിൽ നിന്നുള്ള ഉപകാരം ആർക്കെല്ലാം ലഭിക്കുന്നു, അതവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇവൻ്റെ മരണശേഷവും ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. അതാണ് സ്വദഖത്തുൻ ജാരിയ. ഒരു പൊതു കിണർ ഒരാൾ നിർമ്മിച്ചു കൊടുത്തു. വെള്ളമില്ലാത്ത ഒരു സ്ഥലം നോക്കിയിട്ട് അവിടെ ഒരു പൊതു കിണർ നിർമ്മിച്ചു കൊടുത്തു. ആ പൊതു കിണറിൽ നിന്ന് ആരെല്ലാം വെള്ളമെടുക്കുന്നുണ്ടോ, ആ വെള്ളം ആരെല്ലാം ഉപയോഗിക്കുന്നു, അവരുടെയൊക്കെ ഒരു പ്രതിഫലം, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം അവൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നാം റോഡ് സൈഡിൽ ഒരു ഫലം കായ്ക്കുന്ന ഒരു മരം നട്ടുപിടിപ്പിച്ചു. അതിലെ ആ മരത്തിൽ ധാരാളം ഫലങ്ങൾ ഉണ്ടാവുകയും ആ പഴങ്ങൾ പക്ഷികളും മറ്റു ജന്തുക്കളും അതുപോലെ തന്നെ മനുഷ്യരും ആരെല്ലാം അതിൽ നിന്ന് അത് ഉപയോഗിക്കുന്നു, ആ മരത്തിൽ ഏതെല്ലാം പക്ഷികൾ കൂടുകൂട്ടുന്നു, അതിൻ്റെ ഉപകാരം ആർക്കെല്ലാം ലഭിക്കുന്നു, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം അവൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അതാണ് സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖ. ഇനി ഒരു പാവപ്പെട്ട മനുഷ്യനിക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി നാം സഹായിച്ചു, ഏതെങ്കിലും രൂപത്തിൽ ഒരാളെ നാം സഹായിച്ചു. അവരുടെ ആ സഹായം അത് നിലനിൽക്കുന്ന കാലത്തോളം, വീടാവുമ്പോൾ ആ വീട് എത്ര കാലം, ഒരുപാട് വർഷം ആ വീട് നിലനിൽക്കും. അപ്പോൾ അതിൽ ആ വീട്ടിൽ അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, സ്വദഖകൾ, മറ്റു കർമ്മങ്ങൾ, അതിൻ്റെയൊക്കെ പ്രതിഫലം ഇവൻ്റെ ഖബറിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. അതാണ് ജാരിയത്തുൻ, സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖ. ചെയ്യാൻ കഴിയുന്നവർ അതിലേക്ക് ആ രൂപത്തിലുള്ള
സ്വതക്കകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ഫുട്ബോളിനും അതുപോലെ തന്നെ ഗാനമേളക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്കും മറ്റു ഒരുപാട് അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് പരിപാടികളുണ്ട്. എല്ലാത്തിനും സഹായിക്കുന്നവർ ഈ രൂപത്തിലുള്ള നല്ല നല്ല ജാരിയായ നിലനിൽക്കുന്ന സ്വതക്കകൾ നാം ധാരാളമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് നമ്മുടെ ഖബറിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ്. രണ്ടാമത്തത് മുത്തുനബി അവിടുന്ന് പഠിപ്പിക്കുന്നത് ഔ ഇൽമുൻ യുന്തഫഉ ബിഹി, നിനക്ക് ഉപകാരപ്പെടുന്നതായിരിക്കുന്ന ഇൽമ്, അറിവ്. ഒരുപാട് അവൻ അറിവ് പഠിച്ചു. എല്ലാ ഉസ്താദുമാരുടെ ക്ലാസ്സുകളും അവൻ കേട്ടു. ഒരുപാട് അറിവുകൾ അവൻ പഠിച്ചു. ഇന്ന് യൂട്യൂബിൽ സുലഭമായി ലഭിക്കുന്നുണ്ട് വഅളുകളൊക്കെ. ഇഷ്ടപ്പെട്ട ഉസ്താദിൻ്റെ വഅളുകൾ ധാരാളമായി കേൾക്കുന്നു. അതിൽ നിന്നൊക്കെ ആവേശം അവൻ ഉൾക്കൊള്ളുന്നു. ഒരുപാട് അറിവുകൾ അവൻ പഠിക്കുന്നു. പക്ഷേ ആ പഠിച്ച അറിവ് അവൻ്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവരുന്നില്ല എങ്കിൽ അതവനിക്ക് ഉപകാരപ്പെടാത്ത അറിവാണ്. ഒരാൾ ഒരുപാട് മരങ്ങൾ വാങ്ങിവെച്ചു, മില്ലിലൊക്കെ കൊണ്ടുപോയി ഈർന്ന് റെഡിയാക്കി ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ രൂപത്തിലാക്കിയിട്ട് അതവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നൊരിക്കൽ ഉറക്കത്തൻ കുത്തിയിട്ടോ അല്ലെങ്കിൽ ചിതലരിച്ചിട്ടോ നശിച്ചു പോകും. അതുകൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കാതിരുന്നാൽ അതിൻ്റെ ഉപകാരം അവനിക്ക് ലഭിക്കുകയില്ലല്ലോ. അതുപോലെ അവൻ ഒരുപാട് ഇൽമ പഠിച്ചു. പഠിച്ച ഇൽമനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അതവനിക്ക് ഉപകാരപ്പെടാത്ത ഇൽമാണ്. നിസ്കരിക്കാൻ നാം പഠിച്ചു, എന്നിട്ട് അവൻ നിസ്കരിക്കുന്നില്ല എങ്കിൽ ആ അറിവ് കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പ്രാവർത്തികമാക്കണം. ഹറാമ് ചെയ്യരുത് എന്ന് നാം പഠിച്ചെങ്കിൽ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് ആ ഇൽമ് നമുക്ക് ഉപകാരപ്പെടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ വുളു എടുത്തു. വുളുവിൻ്റെ ശേഷമുള്ള ദിക്ർ നാം പഠിച്ചു. ആ പഠിച്ച ദിക്ർ എങ്ങനെ ചൊല്ലണം, കൈകൾ ഉയർത്തിയിട്ട് കണ്ണുകൾ മേൽപോട്ടുയർത്തി ഇരു കൈകളും മേൽപോട്ടുയർത്തിയിട്ട് നാം ചൊല്ലണമെന്നൊക്കെ നാം പഠിച്ചു. മദ്രസയിൽ നിന്ന് പഠിച്ചു, അതല്ലാതെ ഉസ്താദുമാരുടെ ക്ലാസ്സിലൂടെ നാം പഠിച്ചു. എന്നിട്ട് വുളുഇന് ശേഷം ആ ദിക്ർ നാം ചൊല്ലുന്നില്ല എങ്കിൽ പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഉപകാരമുണ്ടാവുകയില്ലല്ലോ. ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരുമ്പോഴാണ് നമുക്കത് പഠിച്ചത് കൊണ്ടുള്ള ഉപകാരം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഉപകാരപ്രദമായിരിക്കുന്ന അറിവ് കൊണ്ട് നീ ചെയ്ത അമലുകൾ അത് അല്ലാഹു തആല സ്വീകരിച്ച് അതിൻ്റെ പ്രതിഫലം നിന്റെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു തരും. അതാണ് ഔ ഇൽമുൻ യുന്തഫഉ ബിഹി, നിനക്ക് ഉപകാരപ്രദമായിരിക്കുന്ന അറിവ്. ഒരുപാട് അറിവുകൾ നീ പഠിച്ചു. ആ പഠിച്ച അറിവിനെ മറ്റുള്ളവരിലേക്ക് നീ പകർന്നു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. പഠിച്ച ഇൽമനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മൂന്നാമത് മുത്തുനബി അവിടുന്ന് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അത് നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഓരോരുത്തരും വളരെ ആയത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മുത്തുനബി അവിടുന്ന് പഠിപ്പിച്ചത്. ഔ വലദുൻ യദ്ഉ ലഹു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ. ആ രൂപത്തിലുള്ള ഒരു മകനെ നാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മുടെ മരണശേഷം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകൻ, ഒരു മകൾ നാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്ന് നാം വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് നാം ഭൗതിക വിദ്യാഭ്യാസം ധാരാളമായി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസവും നാം നൽകണം. മാത്രവുമല്ല, നാം റോൾ മോഡലാവേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ മക്കൾ ചെറുപ്രായത്തിൽ തന്നെ അവരെയൊക്കെ കൂട്ടിയിട്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ അന്തിയുറങ്ങുന്ന പള്ളി ഖബർസ്ഥാനിലേക്ക്, പള്ളി മൈതാനിയിലെ ഖബർസ്ഥാനിലരികിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് എൻ്റെ പിതാവിന് റബ്ബി ഉഗ്ഫിർലി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന് നാം ദുആ ചെയ്തുകൊണ്ട് മാതൃക കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ മരിച്ചാൽ, എൻ്റെ ഉപ്പ മരിച്ചാൽ ആ ഉപ്പയുടെ ഖബറിനരികിൽ പോയിക്കൊണ്ട് ഞാൻ ദുആ ചെയ്യണമെന്നുള്ളൊരു ബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ വെച്ച് നാം നമ്മുടെ മക്കളെയൊക്കെ ഇരുത്തിക്കൊണ്ട് നാം ദുആ ചെയ്യേണ്ടതുണ്ട്.
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ ഉപ്പമാരുടെയൊക്കെ ആണ്ടുകൾ നമ്മുടെ വീടുകളിൽ നടക്കാറുണ്ടായിരുന്നു. അതിലേക്കൊരു ഉസ്താദിനെ വിളിക്കും, അതല്ലെങ്കിൽ കുറച്ച് ഉസ്താദുമാരെ വിളിക്കും, കുറച്ച് മൗലൂദ് ചൊല്ലും, എന്നിട്ട് അതിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നടക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം പുത്തനാശയവും അതെല്ലാം ബിദ്അത്തും അനാചാരവുമായി തള്ളിക്കളഞ്ഞുകൊണ്ട് നാം പുതിയ വാദത്തിലേക്ക് എത്തിപ്പെട്ടപ്പോൾ എല്ലാം നമ്മുടെ മഹല്ലത്തിൽ നിന്ന്, നമ്മുടെ നാടുകളിൽ നിന്ന് അത്തരം ദീനീ ചൈതന്യങ്ങൾ അകന്നു പോകാൻ തുടങ്ങിയതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്തും അകന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകനെ നാം വാർത്തെടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ മരണശേഷം നാം കൈവിരൽ കടിക്കേണ്ടി വരും. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. ഈ 3 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് ജാരിയായ സ്വതക്കയാണ്, രണ്ടാമത്തത് ഉപകാരപ്രദമായിരിക്കുന്ന അറിവാണ്, മൂന്നാമത്തത് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ ഒരു മകനാണ്, സ്വാലിഹായ മക്കളാണ്. ഈ 3 കാര്യം മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ 3 കാര്യം നമ്മിലുണ്ടോ എങ്കിൽ നമുക്ക് ആഖിറത്തിൽ പൂർണ്ണമായ വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.